അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. കഴിഞ്ഞ എപ്പിസോഡിൽ മഹേഷ് ചന്ദ്രികയോട് പറയുന്നു, നീയും ഞാനും മലരും നമ്മൾ 3 പേരും ഈ നാട് വിട്ടു പോകുന്നു. ഇത് കേട്ട് പേടിയോടെ ചന്ദ്രിക ചോദിച്ചു, എന്താ പറഞ്ഞേ? അതെ, ഒന്നുകിൽ ഞാൻ പറയുന്നത് നടക്കണം, അല്ലെങ്കിൽ ആ സിദ്ധാർത്ഥ് മരിക്കണം. ഇതിലേതാ വേണ്ടത്? അപ്പോൾ ചന്ദ്രിക ഭയത്തോടെ അവിടെ നിന്ന് പതറുന്നു. അവൾ ദേഷ്യത്തോടെ ചോദിച്ചു, സിദ്ധു സാറിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ വെറുപ്പോടെ മഹേഷ് പറഞ്ഞു, എടി താലി കെട്ടിയ ഭർത്താവായ ഞാൻ അടുത്തിങ്ങനെ ഇരിക്കുമ്പോൾ നീ വന്ന പാടെ അവനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ആഭരണങ്ങളെ കുറച്ച് നാളെ തിളക്കമുണ്ടാവും കേട്ടോ, ഓർത്തോ. ഇത്രയും കാലം ആ സിദ്ധാർത്ഥാണ് നിന്റെ പിറകെ വന്നിരുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായടി, നീയും അവനെ വല്ലാതങ്ങ് സ്നേഹിക്കുന്നുണ്ടെന്ന്. അവൾ അത് കേട്ട് പേടിയോടെ നിന്നു. മഹേഷ് പിന്നെയും ചോദിച്ചു, ഞാൻ അറിയാൻ വരായി ചോദിക്കുക, അപ്പോൾ ഇത്രയും കാലം നീ സിദ്ധാർത്ഥനെ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു അല്ലടി? എന്താടി, ഒരു കല്യാണവും കഴിച്ച് അതിൽ കുഞ്ഞും ഉണ്ടായിട്ട് ആ ഭർത്താവ് ജീവനോടെ ഉള്ളപ്പോൾ വേറൊരുത്തനെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. നിനക്ക് നാണോ ഇല്ലേടി? അവൾക്ക് കരച്ചിലും ദേഷ്യവും ഒരുമിച്ച് വന്നു. ഇതവിടെ നോക്ക്, ഞാനും നീയും തമ്മിലുള്ള ഡിവോഴ്സ് കഴിഞ്ഞു. ഇനി നിങ്ങളുമായി എനിക്കൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ളപ്പോൾ ആവശ്യമില്ലാതെ എന്തിനാ എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്നേ? അപ്പോൾ മഹേഷ്, ആ ശരിയാടി, മലർ ജനിക്കാതെ നീ മാത്രമായിരുന്നെങ്കിൽ ഞാനിത് വലുതായി കാണില്ലായിരുന്നു. പക്ഷേ മലരുണ്ടല്ലോ, അവളെക്കുറിച്ച് നീ അല്പമെങ്കിലും ചിന്തിച്ചോടി. അവളുടെ അച്ഛനായ ഞാനുള്ളപ്പോൾ നീ സിദ്ധാർത്ഥിനെ വിവാഹം കഴിച്ച അവള് എന്നെ അച്ഛാന്ന് വിളിക്കോ അതോ ആ സിദ്ധാർത്ഥിനെ വിളിക്കോ? ഇതെല്ലാം കേട്ട് ചന്ദ്രിക വെറുപ്പോടെ കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെയും മഹേഷ് വാണിംഗ് കൊടുത്തു, ദേ നോക്ക്, സിദ്ധാർത്ഥിനെ നിന്റെ മനസ്സെന്ന് പറിച്ചു കളഞ്ഞേക്ക്. ഇനി മുതൽ നീയും മലരും എൻ്റെ കൂടെയാ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ചന്ദ്രിക, എന്നെ നീ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്? നമ്മളെല്ലാവരും ചേർന്ന് നാളെ ശ്രീലങ്കയ്ക്ക് പോകും. അവളത് കേട്ട് പകച്ചുപോയി. ദേഷ്യത്തോട് ചന്ദ്രിക ചോദിച്ചു, ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ തീരുമാനിച്ചിരിക്കുന്നേ? ഏയ്, ഞാൻ ആരോടാടി ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത്? നീ എൻ്റെ ഭാര്യ, മലരെൻ്റെ മോളും. ഛേ! പുച്ഛത്തോടെ ചന്ദ്രിക നിന്നു. അപ്പോൾ മഹേഷ് പിന്നെയും, ഞാൻ എവിടെ പോയാലും നിങ്ങളും എൻ്റെ കൂടെ വന്നേ മതിയാകൂ. തേ നോക്ക്, നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റാ. നാളെ ഇത് പുറം ലോകം അറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാ പ്രശ്നം. ഞാൻ അനുഭവിക്കാത്ത പ്രശ്നോ? എല്ലാ നാണക്കേടും അപമാനവും കുറേ അനുഭവിച്ചതാ ഞാൻ. ഇനിയും കൂടുതലായി നഷ്ടപ്പെടാൻ എനിക്ക് ഒന്നുമില്ലടി. അതുകൊണ്ട് ഈ കാര്യത്തിൽ എൻ്റെ തീരുമാനം മാറാൻ പോകുന്നില്ല. ഇത് കേട്ട് ചന്ദ്രിക പേടിയോടെ നിന്നു. ഇപ്പുറത്ത് മലര് ആ ഡ്രൈവറോട് വാശി പിടിച്ചു, എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം, എൻ്റെ കൈ വിട്. അപ്പോൾ അയാൾ, ഏയ് വായടച്ച് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നിനക്ക് അമ്മയെ കാണാൻ പറ്റില്ല. അപ്പോൾ മനോഹർ പുറകിൽ നിന്നും ഒളിച്ചു നിന്ന് ആ ഡ്രൈവറെ വിളിച്ചു, ഇഷ് ഇഷ് ഇങ്ങോട്ട് വാ. അപ്പോൾ ഡ്രൈവർ അങ്ങോട്ടേക്ക് പോയി. ചേട്ടാ, എന്താ ചേട്ടാ? അപ്പോൾ മനോഹർ, എടാ ഈ കുട്ടിയെ ഉണ്ടല്ലോ ആ അടുത്തുള്ള സ്റ്റോർ റൂമിലില്ലേ, അവിടെ പൂട്ടിയിട്ടേക്ക്. ചെല്ല്. ശരി ചേട്ടാ. അപ്പോൾ മലര് കുതറി മാറാൻ ശ്രമിച്ചു. എന്നെ വിട്, എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ അയാൾ ബലമായി പിടിച്ചു. വരാനല്ലേ പറഞ്ഞേ? ഞാൻ പറയുന്നത് പോലെ കേട്ടാ നിനക്ക് തിരിച്ച് നിന്റെ അമ്മയുടെ കൂടെ വീട്ടിൽ പോകാം, ഇല്ലെങ്കിൽ നിനക്ക് അമ്മയെ കാണാൻ കഴിയില്ല. അയാൾ ആ സ്റ്റോർ റൂമിൽ മലരിനെ പിടിച്ച് തള്ളിയിട്ട് ആ ഡോറ് പൂട്ടിയിട്ടു. മലര് നിലവിളിച്ചു കൊണ്ടിരുന്നു. അതൊന്നും അയാൾ കേട്ടില്ല. മലര് അമ്മേ അമ്മയെന്നും വിളിച്ച് ഒരുപാട് നിലവിളിച്ചു. ആരും കേട്ടില്ല. ഇപ്പുറത്തെ റൂമിൽ മഹേഷ് ചന്ദ്രികയെ വളയം ചുറ്റിക്കൊണ്ടിരുന്നു. എന്നിട്ട് വെറുപ്പോടെ പറഞ്ഞു, അമ്പലത്തിൽ വെച്ച് നീ എന്താ പറഞ്ഞത്? നിന്റെ മനസ്സിൽ ആ സിദ്ധാർത്ഥിന് മാത്രമാണ് സ്ഥാനമെന്നോ? എന്നിട്ട് ഉറക്കിയ ദേഷ്യത്തോടെ, അപ്പോൾ ഞാൻ ആരാടി, പറ, ഞാൻ ആരാ? അവൾ കണ്ണുകളടച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെയും ദേഷ്യത്തോടെ മഹേഷ്, നിന്നെയും സിദ്ധാർത്ഥിനെയും ഇവിടെ എത്തിക്കാൻ വേണ്ടിയാ ഞാൻ ആ സിദ്ധാർത്ഥിനെ തട്ടിക്കൊണ്ടുവന്നത്. അത് കേട്ട് ചന്ദ്രിക അവനെ തുറച്ചു നോക്കി. നീ ആ സിദ്ധാർത്ഥിനോടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞല്ലേ? അതെനിക്കിഷ്ടപ്പെട്ടില്ലടി. ദേ നോക്ക്, നീ ഇപ്പോൾ തന്നെ ആ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് ചെന്ന്, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, ഞാൻ നിങ്ങളെ മറന്നു, അതുപോലെ നിങ്ങൾ എന്നെയും മറക്കണമെന്ന് പറയണം. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രം ഞാൻ അറ്റ്ലീസ്റ്റ് അവനെ ജീവനോടെങ്കിലും വിടൂ. അല്ലെങ്കിൽ ഇവിടെ വെച്ച് അവനെ കൊന്നിട്ട് നിന്നെയും മലയറിനെയും എൻ്റെ കൂടെ കൊണ്ടുപോകും. ചന്ദ്രിക പേടിയോടെ നിന്നു. അപ്പോൾ മഹേഷ്, എന്താടി, എന്താ നോക്കുന്നേ? നീ എന്നെ വിട്ടിട്ട് അവനോടൊപ്പം പോകും, ഞാനത് നോക്കി നിൽക്കണോ? ഏത് നാവ് കൊണ്ടാണോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം കഴിയാമെന്ന് പറഞ്ഞത്? ആ നാവ് കൊണ്ട് തന്നെ ഞാൻ മഹേഷിൻ്റെ കൂടെ താമസിക്കാൻ പോകുന്നു. മഹേഷാണ് എൻ്റെ ഭർത്താവെന്നും മരണം വരെ ഞാൻ മഹേഷിൻ്റെ കൂടെ തന്നെ കഴിയാൻ പോകുന്നെന്നും അവനോട് പോയി പറയണം. മനസ്സിലായോടി? ബാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് പിടിച്ചു. അവൾ കുതറി മാറാൻ ശ്രമിച്ചു.
വിടെന്നെ. അപ്പോൾ കൂടുതൽ ശക്തിയിൽ അവൻ പിടിച്ചു. വാ ഇങ്ങോട്ട്. അവളെ പിടിച്ച് വലിച്ചുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് പോയി. സിദ്ധു ബോധരഹിതനായി കിടക്കുന്നത് കണ്ട് ചന്ദ്രിക ഞെട്ടിപ്പോയി. അവൾ സങ്കടത്തോടെ അയ്യയ്യോ സിദ്ധു സാർ എന്നും പറഞ്ഞ് ഓടി സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോവാൻ തുനിഞ്ഞതും മഹേഷ് അവളെ പിടിച്ചു വലിച്ചു. നിൽക്കടി. സാർ സാർ കണ്ണു തുറക്ക് എന്ന് പറഞ്ഞ് അവൾ നിലവിളിച്ചു കൊണ്ടിരുന്നു. അപ്പോഴും മഹേഷ് നീ എങ്ങോട്ടാടി ഓടുന്നെന്നും പറഞ്ഞ് പിന്നെയും പിടിച്ചു വലിച്ചു. എന്നെ വിട്. അപ്പോൾ മഹേഷ് ഇവനെ കണ്ടപ്പോൾ തന്നെ നിനക്കങ്ങ് ടെൻഷനായല്ലേ? ദേ നോക്ക്, ഞാൻ പറഞ്ഞതുപോലെ മര്യാദയ്ക്ക് ഇവനോട് ചെന്ന് പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് ഇവൻ്റെ കഥ തീർക്കും ഞാൻ. ചന്ദ്രിക പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. കാണണോ നിനക്ക് എന്നും പറഞ്ഞ് മഹേഷ് സിദ്ധുവിൻ്റെ കാലിലേക്ക് ചവിട്ടി. അപ്പോൾ ചന്ദ്രിക അയ്യോ വേണ്ട വേണ്ട മിണ്ടാതെ നിന്നോ അവിടെ. അപ്പോൾ കാലിന് ചവിട്ടിയപ്പോൾ സിദ്ധു പിന്നെയും ഉണർന്നു. ചന്ദ്രികയെ കണ്ട് അവൻ പേടിച്ചു. ചന്ദ്രികയാണെങ്കിൽ നിലവിളിച്ചു കൊണ്ടിരുന്നു. സിദ്ധു ചന്ദ്രികയെ കണ്ടതും ചന്ദ്രികയെ നീ എന്തിനാ ഇവിടെ വന്നേ? സാർ. അപ്പോൾ സിദ്ധു ചന്ദ്രികയെ നീ ആദ്യം ഇവിടുന്ന് പോവാൻ നോക്ക്, ഈ റാസ്കളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം പോ. അപ്പോൾ പരിഹാസത്തോടെ മഹേഷ് ഇവനങ്ങ് ഉണ്ടാക്കും. തല്ല് കിട്ടി ചതഞ്ഞു കിടക്കുമ്പോഴും നിനക്ക് ഇത്രക്ക് അഹങ്കാരോ? ദേ നോക്ക്, ചന്ദ്രികയെയും മലയറിനെയും കൊണ്ട് ഞാൻ ഇന്ത്യ വിട്ട് പോകാൻ പോവുകയാ. അത് കേട്ട് അന്തം വിട്ടു നിന്ന് പോയി സിദ്ധു. അതിനു മുൻപ് ചന്ദ്രിക നിന്നോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, അത് കേൾക്ക്. അപ്പോൾ തലകുനിച്ചുകൊണ്ട് ചന്ദ്രിക കരഞ്ഞുകൊണ്ടിരുന്നു. സിദ്ധു അവളുടെ മുഖത്തേക്ക് നോക്കി. മഹേഷ് അപ്പോൾ ചന്ദ്രികയോട് ഡി പറയടി. പറയാനല്ലേ പറഞ്ഞേ, പറയാൻ. ചന്ദ്രിക കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ സിദ്ധു ചന്ദ്രികെ എന്ന് വിളിച്ചു. ചന്ദ്രിക ഇവൻ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട, നീ ആദ്യം ഇവിടെ നിന്ന് പോവാൻ നോക്ക്. സാർ എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു. അപ്പോൾ സിദ്ധു നീ ധൈര്യമായിട്ടിരിക്കും ചന്ദ്രികെ, എന്തൊക്കെ സംഭവിച്ചാലും ഇവൻ്റെ അടുത്ത് നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കും. അപ്പോൾ പരിഹാസത്തിൽ മഹേഷ് ഡാ നിന്നെ തന്നെ രക്ഷിക്കാൻ നിനക്ക് കഴിയുന്നില്ല, എന്നിട്ട് നീ ഇവിടെ രക്ഷിക്കോ? വന്നേക്കുന്നു, വാ അടച്ച് വെറുതെ ഇരിക്കടാ അവിടെ. സിദ്ധു അപ്പോൾ അവൻ്റെ കയ്യിൽ കെട്ടിയത് പിടിച്ച് ഉഴഞ്ഞു കളിച്ചു. അപ്പോൾ മഹേഷ് ചന്ദ്രികയെ ഭീഷണിപ്പെടുത്തി. ഡി നീ കരച്ചിലൊക്കെ നിർത്തിയിട്ട് പറയാനുള്ളത് ഇവനോട് പറയാൻ നോക്ക്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ പറയില്ല. അപ്പോൾ മഹേഷിന് കൂടുതൽ ദേഷ്യം വന്നു. മഹേഷ് ചന്ദ്രികയുടെ മുഖത്ത് ആഞ്ഞു വെളിച്ചടിച്ചു. അവൾ തറയിലേക്ക് വീണു. അപ്പോൾ സിദ്ധു ചന്ദ്രികയെ. അപ്പോൾ മഹേഷ് ആരാടാ നിന്റെ ചന്ദ്രിക? നിന്നെ അടിച്ചപ്പോൾ അവൾക്കും, അവളെ അടിച്ചപ്പോൾ നിനക്കും വേദനിക്കുന്നോ? എന്താണ് ഇവിടെ നടക്കുന്നേ? ഇവളെ എന്നും പറഞ്ഞ് മഹേഷ് ചന്ദ്രികയ്ക്ക് വന്നു. അവളെ തറയിൽ നിന്നും പൊക്കിയെടുത്ത് എഴുന്നേൽപ്പിച്ച് പിന്നെയും അവളുടെ അടുത്തേക്ക് വന്നു. അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ സിദ്ധു എടാ ആദ്യം ചന്ദ്രികയുടെ ദേഹത്ത് നിന്ന് കൈയെടുക്ക്. നീ ആണാണെങ്കിൽ ആദ്യം എൻ്റെ കെട്ടഴിച്ച് വിട്ട് എൻ്റെ അടുത്തേക്ക് വാ. അപ്പോൾ മഹേഷ് എന്താടാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ കെട്ടഴിച്ചുവിടുമെന്ന് വിചാരിച്ചോ? ഇല്ലടാ, എനിക്ക് നാണോ മാനോ അഭിമാനോ ഒന്നും തന്നെ ഇല്ലടാ, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അപ്പോഴും ചന്ദ്രിക കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ദേഷ്യത്തോടെ സിദ്ധു നിന്നെപ്പോലൊരു ദുഷ്ടനെ ഈ ലോകത്ത് തന്നെ കണ്ടിട്ടില്ലടാ. ശരിയാടാ, ഞാൻ ദുഷ്ടൻ തന്നെയാ, എൻ്റെ അടി വാങ്ങരുത് നീ മറക്കരുത്. എന്നിട്ട് ചന്ദ്രിക നോക്കിക്കൊണ്ട് എടി ചന്ദ്രിക നീ പറയുന്നുണ്ടോ? അപ്പോൾ കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ഇല്ല ഞാൻ പറയില്ല. അപ്പോൾ വെറുപ്പോടെ മഹേഷ് എന്താടി നീ അങ്ങ് ആളാവുന്നത്? ദേ നോക്ക്, സിദ്ധാർത്ഥിനെ നിനക്ക് ഇഷ്ടമല്ലെന്നും ഇവൻ്റെ കൂടെ ജീവിക്കില്ലെന്നും പറയടി. അപ്പോൾ അവൾ എൻ്റെ ജീവൻ പോയാലും ഞാനങ്ങനെ പറയില്ല. അപ്പോൾ സങ്കടത്തിൽ നിസ്സഹായാവസ്ഥയോടെ സിദ്ധു ചന്ദ്രിക എന്ന് വിളിച്ചു. മഹേഷ് അപ്പോൾ ഓ നീ അത്രക്കൊക്കെ ആയോ, നിന്നെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്കറിയാമെടി. ശേഷം മഹേഷ് സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ കഴുത്തിന് നേരെ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഇവൻ്റെ കഴുത്തിന് നേരെ പിടിച്ച് ഞാൻ ഇവനെ കൊല്ലണോ? അപ്പോൾ ചന്ദ്രിക എടാ വിടടാ. മഹേഷ് കൂടുതൽ ദേഷ്യത്തിൽ സിദ്ധുവിൻ്റെ കഴുത്ത് ഞെക്കി പിടിച്ചു. എടാ വേണ്ടടാ. അവൾ നിസ്സഹായ അവസ്ഥയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. പറയടി എന്ന് മഹേഷ് വീണ്ടും ഭീഷണിപ്പെടുത്തി. എടാ വേണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രിക വീണ്ടും അലറിക്കരഞ്ഞു. നീ പറയുന്നുണ്ടോ ഇല്ലയോ പറയാൻ എന്നും പറഞ്ഞ് മഹേഷ് സിദ്ധുവിൻ്റെ കഴുത്ത് വീണ്ടും അമർത്തിപ്പിടിച്ചു. പറയടി ഇവനെ ഇഷ്ടമല്ലെന്ന് പറയാൻ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വിടടാ ചന്ദ്രികെ എന്നും പറഞ്ഞ് സിദ്ധു നിലവിളിച്ചു. അവന് കഴുത്തു വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അയ്യോ സാർ എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. ചന്ദ്രിക ഓടി വന്ന് മഹേഷിനടുത്ത് വന്ന് അവനെ തല്ലിക്കൊണ്ടിരുന്നു. വിടടാ സാറിനെ വിട്. അവൾ മഹേഷിനെ തള്ളിയിട്ടു. എന്നിട്ട് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ല്, എന്തിനാ സാറിനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നേ? അപ്പോൾ മഹേഷ് നിന്നെ കൊല്ലില്ലടി, ഞാൻ ഇവനെ ആദ്യം കൊല്ലും. ഇവൻ മരിച്ചതിന് ശേഷം എന്നും ഇവനെ ഓർത്ത് നീ ഇഞ്ചിഞ്ചായി മരിക്കണമെടി. ചന്ദ്രിക അപ്പോൾ നിസ്സഹായ അവസ്ഥയോടെ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. മഹേഷ് വീണ്ടും പറഞ്ഞു നിന്നെ ഞാനങ്ങനെ ഒറ്റയടിക്കൊന്നും കൊല്ലില്ല. ചന്ദ്രിക അപ്പോൾ പറഞ്ഞു എന്തിനാടാ നീ ഇങ്ങനെ ഭ്രാന്തനെ പോലെ പെരുമാറുന്നേ? ആദ്യം അദ്ദേഹത്തെ അഴിച്ചുവിട്. ഏയ് ഇവനെ ഇഷ്ടമല്ലെന്ന് പറയടി, അങ്ങനെ പറഞ്ഞാലേ ഇവനെ അഴിച്ചുവിടൂ, അല്ലെങ്കിൽ ഇവനെ ഇവിടെ വെച്ച് കൊല്ലും ഞാൻ. അതും പറഞ്ഞ് മഹേഷ് സിദ്ധുവിൻ്റെ കഴുത്തിൽ വീണ്ടും ഞെക്കിപ്പിടിച്ചു. അവൾ പറഞ്ഞു വിടടാ വിടാൻ.
മഹേഷ് ഈ സമയം സിദ്ധുവിനെ വല്ലാതെ ടോർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അവൾ വീണ്ടും അലറി വിളിച്ച് വേണ്ടടാ വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. മഹേഷ് പറയടി എന്ന് ആർത്തു വിളിച്ചു. അപ്പോൾ അവൾ വിടാൻ പറഞ്ഞു. സിദ്ധുവിന്റെ അവസ്ഥ കണ്ട് അവൾക്ക് സഹിക്കാനാവാതെ അവൾ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. നിർത്തടാ, നിനക്ക് എന്താ വേണ്ടത്? സിദ്ധു സാറിന് എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയണം, അത്രയല്ലേ വേണ്ടൂ? ഞാൻ കാരണം ഇനി സിദ്ധു സാറിന് ഒരു പ്രശ്നവും വേണ്ട. ഞാൻ അദ്ദേഹത്തെ മറന്നുകൊള്ളാം. അപ്പോൾ നിസ്സഹായ അവസ്ഥയിൽ സിദ്ധു അവളെ നോക്കി. ഇത് കേട്ട് ക്രൂരമായി മഹേഷ് ചിരിച്ചുകൊണ്ടിരുന്നു. അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ ഒന്ന് വെറുതെ വിട്. നിനക്ക് ഞാനല്ലേ വേണ്ടേ? ഞാൻ നിന്റെ കൂടെ വന്നുകൊള്ളാം. നീ അദ്ദേഹത്തെ വിട്. അപ്പോൾ സിദ്ധു അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചന്ദ്രികയെന്ന്. മഹേഷ് ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ വഴിക്ക് വാ. എന്നിട്ട് മഹേഷ് സിദ്ധുവിൻ്റെ നേരെ തിരിഞ്ഞു. എടാ, ചന്ദ്രിക പറഞ്ഞത് കേട്ടില്ലേ? നിന്നെ അവൾ മറക്കാമെന്ന്. അവൾ മറക്കുവടാ, അതുപോലെ നീയും അവളെ മറക്കണം. ഞാനും ചന്ദ്രികയും മലരും പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാ. ആവശ്യമില്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ കയറി ഇടപെട്ട നിന്നെ കത്തിച്ചു കളയും ഞാൻ, മനസ്സിലായോടാ? എന്നിട്ട് സിദ്ധുവിനെ തള്ളി താഴെയിട്ട് ചന്ദ്രികയുടെ കൈയും പിടിച്ച് അവൻ പോവാനൊരുങ്ങി. വാടി ഇവിടെ വരാൻ. അപ്പോൾ അവൾ സിദ്ധു സാർ എന്ന് പറഞ്ഞ് അവനടുത്തേക്ക് പോവാനൊരുങ്ങിയപ്പോൾ മഹേഷ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ സിദ്ധുവിനോട് പറഞ്ഞു, സാർ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം സാർ. എനിക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടതൊക്കെ മതി സാർ. അവൾ കൈകൂപ്പി പറഞ്ഞു, പ്ലീസ് സാർ, ഇവിടെ നിന്ന് പോവൂ സാർ. അപ്പോൾ മഹേഷ്, അവൻ പോയിക്കോളും, നീ വാ ഇങ്ങോട്ട്. അവളെയും കൊണ്ട് പിടിച്ചു വലിച്ചു പോകുമ്പോൾ സിദ്ധു വിളിച്ചു, ചന്ദ്രികയെ ചന്ദ്രികയെ. ശേഷം അവൻ നിസ്സഹായാവസ്ഥയോടെ അവിടെ തന്നെ വീണു. മഹേഷ് അവളെയും കൊണ്ട് ആ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. വരാനല്ലേ പറഞ്ഞത്? അപ്പോൾ അവൾ കൈവിട്, ഇവിടെ വാടി, മിണ്ടാതെ വരാൻ. അങ്ങോട്ട് പോടിയെന്ന് പറഞ്ഞ് അവളെ ഒരു റൂമിൻ്റെ സൈഡിലേക്ക് പിടിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു, ദേ നോക്ക്, ഞാൻ പറയുന്നത് വരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇവിടുന്ന് രക്ഷപ്പെടാനെങ്ങാനും നീ ശ്രമം നടത്തിയാൽ ആ സിദ്ധാർത്ഥിനെ തീർത്ത് കളയും ഞാൻ. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്നോടല്ലേ ദേഷ്യം? എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോ. എൻ്റെ കുഞ്ഞിനെ, അദ്ദേഹത്തെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. പോടി എന്നും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി ആ വാതിൽ അടച്ചു കളഞ്ഞു. അവൾ നിൽക്കുക എന്ന് പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല. അവൾ വാതിൽ തുറക്കുകയെന്ന് അലറി വിളിച്ചു. പക്ഷേ അതിനു മുൻപ് തന്നെ അവൻ ഡോർ ക്ലോസ് ചെയ്ത് ലോക്കാക്കി കളഞ്ഞു. ഇപ്പുറത്ത് നിലവിളിക്കുന്ന മലരിനെയും കാണിക്കുന്നുണ്ട്. അവിടെ ഒരു റൂമിൽ അവളും ഒറ്റക്കായിരുന്നു. ബോധരഹിതനായി സിദ്ധുവിനെയും 3 പേരും 3 ഇടങ്ങളിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയമാകട്ടെ മഹേന്ദ്രൻ സാറിനെയും ലക്ഷ്മി അമ്മയും മുത്തശ്ശനെയും കാണിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ആരതി ജാനകി അമ്മയെ വീൽ ചെയറിൽ ഉരുട്ടിക്കൊണ്ടുവരുന്നു. അച്ഛനും ഉണ്ട്. ജാനകി മഹേന്ദ്രനോട് പറയുന്നു, ചേട്ടാ, രാത്രി 10 മണിയായി, ഇതുവരെ സിദ്ധാർത്ഥ് വീട്ടിലേക്ക് വന്നിട്ടില്ല. അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. അപ്പോൾ മഹേന്ദ്രൻ സാറും അന്തം വിട്ടുപോയി. അങ്ങോട്ടേക്ക് വന്ന മേഘയും മുത്തശ്ശിയും അത് കേട്ട് അവരും അന്തം വിട്ടു. അപ്പോൾ മഹേന്ദ്രൻ സാറ്, എന്താ ജാനകി പറയുന്നത്? ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നോ? അപ്പോൾ മുത്തശ്ശൻ, എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്താൻ ഇത്രയും സമയമോ? മഹേന്ദ്ര, നീ അവനെന്ന് വിളിച്ചു നോക്ക്. ആ ശരി അച്ഛാ. ഞാൻ അവൻ വരുന്ന വഴിക്ക് ഏതെങ്കിലും ഫ്രണ്ട്സിനെ കാണാൻ കയറിക്കാളുമെന്ന് കരുതി. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. മഹേന്ദ്രൻ സാറ് വിളിച്ചപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. അത് കേട്ട് ജാനകി അമ്മ പിന്നെയും പരിഭ്രമിച്ചു. അപ്പോൾ മഹേന്ദ്രൻ സാറ് പറഞ്ഞുകൊണ്ടിരുന്നു, അവൻ എവിടെ പോയെന്ന് അറിയില്ലല്ലോ. ജാനകി അമ്മ കരയാൻ തുടങ്ങി. അപ്പോൾ ലക്ഷ്മി, അയ്യോ ജാനകി. ആരതിയും, അയ്യോ അമ്മേ. ലക്ഷ്മി അമ്മ ജാനകിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ജാനകി, അവനൊന്നും പറ്റില്ല, കരയാതിരിക്കേ. അപ്പോൾ മഹേന്ദ്രൻ സാർ പറഞ്ഞു, അവൻ്റെ ഫ്രണ്ടിൽ രാജീവനുണ്ടല്ലോ, അയാളുടെ നമ്പർ ആരുടെയും കയ്യിലുണ്ടോ? അപ്പോൾ ആരതി പെട്ടെന്ന്, ആ ചേട്ടൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്നാൽ നീ അവനെ ഒന്ന് വിളിക്ക്. ആരതി വേഗം രാജീവനെ വിളിച്ചു. അപ്പോൾ അങ്ങേ തലയ്ക്കെന്ന് രാജീവ് ഫോൺ എടുത്തു. പറയൂ ആരതി. ചേട്ടാ, സിദ്ധു ഏട്ടനെ കാണാൻ വന്നിരുന്നോ? അപ്പോൾ രാജീവ്, ഇല്ലല്ലോ, ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. എന്നെ അവൻ എയർപോർട്ടിൽ വെച്ച് വിളിച്ചായിരുന്നു, വൈകിട്ട് ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞു, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. എന്താ ആരതി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ആരതി അങ്ങോട്ട് പറഞ്ഞു, അല്ല, ഏട്ടൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അതാ ചേട്ടൻ എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ ഫോൺ വിളിച്ചേ. അപ്പോൾ അവൻ ചോദിച്ചു, എന്ത്, സിദ്ധു ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്നോ? അവൻ എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ശരി, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ മറ്റുള്ള ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കാം. ശരി ഏട്ടാ, വിളിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കണേ. ഓക്കെ ആരതി. അവൾ കോൾ കട്ട് ചെയ്ത് എല്ലാവരോടുമായിട്ട് പറഞ്ഞു. രാജീവേട്ടനെ ഒന്നും അറിയില്ലെന്നാണ് പറയുന്നത്. എല്ലാവരും പകച്ചുപോയി. ജാനകി അമ്മ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, എന്താ മഹേന്ദ്ര, സിദ്ധാർത്ഥ് ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ, ആരോടും പറയാതെ ഇവനിതെവിടെയാ പോയേ? അപ്പോൾ മഹേന്ദ്ര സാറ് പറഞ്ഞു, എന്തായാലും കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അച്ഛാ, അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, വന്നോളും. എന്നിട്ട് ജാനകിയെ നോക്കി പറഞ്ഞു, ജാനകി, നീ റൂമിലേക്ക് പോ, സിദ്ധാർത്ഥ് അധികം വൈകാതെ വരും, അവൻ വന്ന ഉടനെ നിന്നെ വന്ന് കാണാൻ പറയാം. അപ്പോൾ കരഞ്ഞുകൊണ്ട് ജാനകി, എന്തായാലും സിദ്ധാർത്ഥിൻ്റെ മറ്റുള്ള ഫ്രണ്ട്സിനെയും ഒന്ന് വിളിച്ചു നോക്ക് ചേട്ടാ, ഉറപ്പായും അന്വേഷിക്കാൻ. ജാനകി, നീ ടെൻഷൻ ആവാതെ ഇരിക്ക്, റൂമിലേക്ക് പോയി റെസ്റ്റ് എടുക്ക്. ആരതി, അമ്മയും കൂട്ടിപ്പോ. ശരി അങ്കിൾ. ജാനകി അമ്മയെയും കൂട്ടി അവർ രണ്ടുപേരും ഉള്ളിലേക്ക് പോയി. മേഘയും മുത്തശ്ശിയും അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ മുത്തശ്ശൻ മഹേന്ദ്രനോട്, ഇപ്പോൾ എന്ത് ചെയ്യാനാ മോനെ? അപ്പോൾ ലക്ഷ്മി അമ്മയും മഹേന്ദ്രനോട്, എന്താ ഏട്ടാ ഇത്, സിദ്ധാർത്ഥ് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ?
പാവം ജാനകി എന്തുമാത്രം വിഷമിക്കുന്നു കണ്ടില്ലേ. അപ്പോൾ മഹേന്ദ്രൻ സാറ് ഒരു പക്ഷേ അവൻ്റെ ഫോൺ ലോ ബാറ്ററി ആയിട്ടുണ്ടാവും, അതുകൊണ്ട് ഫോൺ ചെയ്യാൻ പറ്റി കാണില്ല. സിദ്ധാർത്ഥനെ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. അവന് ശത്രുക്കളും ആരുമില്ല, ദുശ്ശീലങ്ങളും ഇല്ല. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ലക്ഷ്മിയമ്മൻ തലയാട്ടി. പിന്നെ കാണിക്കുന്നത് ബോധരഹിതനായി കിടക്കുന്ന സിദ്ധുവിനെയും ഒരു റൂമിൽ അടച്ചിട്ട നിലയിൽ കാണിക്കുന്ന ചന്ദ്രികയുമാണ്. ഇവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത ഭാഗം കുറച്ച് നോക്കാം. ചന്ദ്രിക എവിടെ നിന്ന് ഓടി വന്ന് സിദ്ധുവിനടുത്ത് വന്ന് സിദ്ധു സാർ എന്ന് വിളിക്കുന്നു. അവൻ്റെ കയ്യിൽ കെട്ടിയതൊക്കെ അഴിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് ഇപ്പുറത്തെ റൂമിൽ മഹേഷ് മലറിന് വാരിക്കൊടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ മലർ മഹേഷിൻ്റെ കവിളത്തടിക്കുന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിങ്ങൾ നല്ലവനാണെന്നാണ് വിചാരിച്ചേ. സിദ്ധുവിനെ എന്തിനാ തട്ടിക്കൊണ്ടുവന്നത്? അമ്മയെയോ എന്നെയോ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പുതിയ എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുമായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.